ബാക്കി ഏത് ഫണ്ട് വെട്ടിയകത്താക്കിയാലും വെട്ടുകൊണ്ട് വിണ്ടുകീറിപ്പോയൊരു സഖാവിന് പിരിച്ച പണത്തിലും ആർത്തിക്കണ്ണെങ്കിൽ എടോ വേതാള നേതാവേ, ഉരുട്ടി വിഴുങ്ങുന്ന ചോറിൽ കയ്പ് തികട്ടില്ലേ, രക്തച്ചൊവയിൽ ധനരാജന്റെ ചോര. ഇന്നലെ വരെ നമ്മൾ തമ്മിലുള്ളതെല്ലാം ഇതുകൊണ്ട് അവസാനിപ്പിക്കുവാ ഞാൻ. ഈ പറഞ്ഞ ലെനിനിസ്റ്റ്, താങ്കൾ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് ഫിലോസഫിക്കൽ സാധനം ഒന്നും വേണ്ട. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം പൈസ അടിച്ചു മാറ്റി, ഇവിടെ പൈസ അടിച്ചു മാറ്റി മുക്കി എന്ന ആരോപണം. അതുകൊണ്ട് ഒരുപാട് സൈദ്ധാന്തികനായ അവിടെ നിൽക്കട്ടെ. പോയി ചത്തുടടാ. രണ്ട് കാര്യത്തിലാണ് CPM-നകത്ത് അന്വേഷണ കമ്മീഷൻ വെക്കുക. ഒന്ന്, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ. രണ്ടാമത്തത്, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഏതെങ്കിലും തരത്തിൽ കള്ള ആരോപണങ്ങൾ ഉപയോഗിച്ചിട്ട് പുറത്തു കളയാൻ. കോടിയിൽ കാണാതായ ലക്ഷങ്ങൾ, അവന് വീട് വെക്കാൻ പിരിച്ചതിലെ ഉടായ്പ്, ഓഫീസ് നിർമ്മാണത്തിന് പിരിച്ച വരവിൽ കാണാത്ത ലക്ഷങ്ങൾ, കള്ളക്കുറ്റിയടിച്ച് പിരിച്ചൊരു വഞ്ചകൻ, ഒരു സാമാജികൻ, ഒരു കണക്കപ്പള്ളിയുടെ ബുദ്ധിയിൽ കാറ്റഗോറിക്കലി രേഖാമൂലം എണ്ണി പറയുന്ന നേർസാക്ഷ്യങ്ങൾക്ക് ജയരാജനും KK രാഗേഷും ഒന്ന് എന്തോ പറയലാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. കാക്കിരി മുക്കിരി കോടാലിക്ക് മറുപടി കയ്യിൽ വെക്കണം, ഞങ്ങളുടെ ധനരാജിന് വേണ്ടി പിരിച്ചു മുക്കിയ പണം വെക്കടാ മേശപ്പുറത്ത് എന്ന ആർജവത്തോടെ പറയുന്ന ഒരുത്തനെങ്കിലും, ഒറ്റ സഖാവ്, ഒരു സഖാവെങ്കിലും ബാക്കിയുണ്ടോ? പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ബാക്കി ഏത് ഫണ്ട് വെട്ടിയകത്താക്കിയാലും വെട്ടുകൊണ്ട് വിണ്ടുകീറിപ്പോയൊരു സഖാവിന് പിരിച്ച പണത്തിലും ആർത്തിക്കണ്ണെങ്കിൽ എടോ വേതാള നേതാവേ, ഉരുട്ടി വിഴുങ്ങുന്ന ചോറിൽ കയ്പ് തികട്ടില്ലേ, രക്തച്ചൊവയിൽ ധനരാജന്റെ ചോര. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ MV ജയരാജനെ കുറിച്ചും ഒക്കെ നാട്ടുകാർക്ക് അറിയാം. അവരൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഓരോരുത്തരെ കുറിച്ചുള്ള ചിത്രമുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ പോവുകയല്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നീചമായിട്ടാണ്, എത്ര നികൃഷ്ടമായിട്ടാണ് ഒരു കാര്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. വളരെ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന നുണയാണ് ഞങ്ങൾ പറയുന്നത് എന്ന് അറിയുമായിരുന്നിട്ടും മറ്റു വേറെ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട്, തടുക്കുന്നതിന് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള നുണകൾ, വളരെ നികൃഷ്ടമായി നിർമ്മിച്ചെടുക്കുന്ന നുണകൾ പറയാന്ന് പറഞ്ഞാൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അന്വേഷണ കമ്മീഷൻ വെക്കുന്നത് എല്ലാവർക്കും അറിയാം. ആഷ്മിക്ക് ഒരുപക്ഷെ മനസ്സിലാവും. രണ്ട് കാര്യത്തിലാണ് CPM-നകത്ത് അന്വേഷണ കമ്മീഷൻ വെക്കുക. ഒന്ന്, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ. രണ്ടാമത്തത്, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഏതെങ്കിലും തരത്തിൽ കള്ള ആരോപണങ്ങൾ ഉപയോഗിച്ചിട്ട് പുറത്തു കളയാൻ. പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്തു. ഈ ചർച്ച ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള തെളിവില്ല എന്ന് കണ്ടെത്തി, പാർട്ടി കമ്മിറ്റി കണ്ടെത്തുകയുണ്ടായി. ആ വിഷയമാണ് വീണ്ടും അദ്ദേഹം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അത് പുറത്തു വന്ന് പറയുന്നത്, മനസ്സിലാക്കുന്നത്. പറയുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ആണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം അതിന്റെ തെളിവുകളാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള നടപടികളുണ്ടാവും. നേരത്തെ നമ്മുടെ വളരെ ക്രിയാത്മകമായി പറഞ്ഞ 5 കോടി ജുവലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഊഹാപോഹ കണക്കുകളും ഒരു കഥയൊക്കെ ഉണ്ടാക്കി വളരെ മനോഹരമായിട്ട് മെനഞ്ഞ ഒരു കക്ഷി വിട്ടുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഒരു നിരീക്ഷകനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ നേർക്കുന്നതിന് അറിയാവുന്ന ഒന്നാന്തര നേതാവായിരുന്നു. തന്റെ തന്തയല്ല എന്റെ തന്ത ജയരാജ്. ഇപ്പൊ CPM ഇല്ല എന്നുള്ളതേ ഉള്ളൂ. എക്സ് കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹത്തിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന ഒരാള്, പാർട്ടിക്കാരനായിരുന്ന ഒരാള്. നമുക്ക് ഈ പോലെ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണമൊന്നും വരത്തില്ല ബാലകൃഷ്ണ സഖാവെ. പഴയ സഖാവെ, നമുക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണമൊന്നും വരത്തില്ല. ഈ പണം ആളുകളുടെ നിന്ന് പിരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ പിരിച്ചാലും അത് അവർക്ക് ടാക്സിൽ എക്സംപ്റ്റ് ചെയ്യും. അത് കൃത്യമായിട്ടുള്ള റെസിപ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനകത്ത് ടാക്സ് എക്സംപ്ഷൻ കിട്ടും. ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. അതിന് പിന്നെ കള്ളപ്പണോ വെള്ളപ്പണത്തിന്റെ ഒന്നും പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിന് 70 ലക്ഷം കൊണ്ടുപോയി തിന്നട്ടെ, എല്ലാവരും പിരിച്ച് തിന്നട്ട്, ബാക്കി അത് പിരിച്ച് തിന്നട്ട്. സാറേ, രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് കുറച്ചുകൂടി സേക്രഡ് അല്ലേ? എന്ന് പറഞ്ഞാൽ പാർട്ടി എന്താണ് ബലികുടീര വാതിൽ തുറന്ന് എത്ര മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഈ രക്തസാക്ഷികൾക്ക് വിളിക്കാത്ത മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പരിപാടിയുണ്ടോ? രക്തസാക്ഷികളെ ദൈവങ്ങളെ പോലെ കാണുന്ന ഒരു പാർട്ടി ആ രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച പണം അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ എന്തൊരു അധമമായ ആരോപണമാണ്, എന്തൊരു നീചമാണ്. MV ബാലകൃഷ്ണൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കണ്ടേ അവന്മാരെ? പാർട്ടി ഇപ്പൊ ഹൈടെക്കാ. ഹാഷ്മി, ഇതൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണ്. വാട്ട് ഈസ് ടു ബി ഡൺ എന്ന് പറഞ്ഞിട്ടുള്ള ലെനിന്റെ ലേഖനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഫ്രീഡം ഓഫ് ക്രിറ്റിസിസം ബട്ട് യൂണിറ്റി ഓഫ് ആക്ഷൻ. ഇത് ഏത് സമയത്താണ്, ഏത് സന്ദർഭത്തിലാണ്? നേരത്തെ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് മുഖവിലേക്ക് എടുത്താൽ തന്നെ അദ്ദേഹം കൃത്യമായിട്ടുള്ള കണക്കുകൾ ചോദിച്ചു, കണക്കിനകത്ത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് കണ്ടു എന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ അദ്ദേഹം ഹാജരാക്കി. ഇപ്പോഴും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഹാജരാക്കാമല്ലോ. എന്ത് തേങ്ങയാണ് പറയുന്നേ?
ഇത് പാർട്ടി കമ്മിറ്റികളിൽ അദ്ദേഹം ഒരു ഏരിയ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്, ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ പാർട്ടിയുടെ സംഘടന. ഒരു സാധാരണ മെമ്പറായിട്ടുള്ള എനിക്ക് തന്നെ അറിയാം എന്താണ് പാർട്ടി നടപടി എന്നുള്ളത്. അപ്പോൾ എന്നെക്കാളും മുതിർന്ന ഇത്ര ഒരു ചുക്കുണ്ടായില്ലെന്നാ പറയുന്നത്. ഈ പറഞ്ഞ ലെനിനിസ്റ്റ്, താങ്കൾ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് ഫിലോസഫിക്കൽ സാധനം ഒന്നും വേണ്ട. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം പൈസ അടിച്ചു മാറ്റിയ പൈസ ഏതാണ്? രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റി. രക്തസാക്ഷി ഫണ്ട് ആരാണ്? രക്തസാക്ഷി പാർട്ടിയുടെ ദീപങ്ങൾ എന്ന് കരുതുന്ന രക്തസാക്ഷി മുദ്രാവാക്യം വിളിക്കുന്നത് രക്തസാക്ഷിയുടെ പൈസ അടിച്ചു മാറ്റി മുക്കി എന്ന ആരോപണം. അതുകൊണ്ട് ഒരുപാട് സൈദ്ധാന്തികനായ അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം, ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ഓഡിറ്ററാണ്, അദ്ദേഹത്തിന് ഈ പണി നന്നായി അറിയാവുന്ന ആളാണ്, ആ തട്ടിപ്പ് കണ്ടുപിടിച്ച ആളാണ്. രേഖാപനം ഈ പേപ്പർ അടക്കം തിരിച്ചു വരാത്ത കൗണ്ടർ ഫയൽ അടക്കം ഈ പറഞ്ഞ കമ്മിറ്റികൾ പറഞ്ഞതാണ്. ഒരു ചുക്ക ഉണ്ടാകത്തോണ്ടാണ് പുറത്തുനിന്ന് പറയുന്നേ. എന്നിട്ട് അങ്ങ് പറയണോ ഒന്നും വെച്ചില്ല എന്ന് പറയണോ? രേഖ വെച്ചില്ലെന്ന് പറയണോ? അല്ല, അദ്ദേഹം അത് മാധ്യമങ്ങളുമായിട്ട് ഇത്രയും പറഞ്ഞെങ്കിൽ ആ കണക്കുകളോട് അങ്ങ് പുറത്തു വിട്ടിട്ടെന്നേ. അദ്ദേഹത്തിന് അത്ര ധൈര്യമുള്ള ആളാണെങ്കിൽ, താൻ പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ വെല്ലുവിളിക്കുകയാണ്. അയാളൊന്നും പറയല്ലേ? ഇവിടെ ഈ ചർച്ചയ്ക്ക് CPM ആളെ വിളിച്ചില്ല. ഇവിടെ ഈ ചർച്ചയ്ക്ക് CPM ആളെ എന്തുകൊണ്ടാ? ആ കുഞ്ഞികൃഷ്ണൻ അയാൾക്ക് മറുപടി ഇല്ലാത്തോണ്ടാ? അദ്ദേഹം ആ കണക്കുകൾ മാധ്യമത്തിന് മുമ്പിൽ വെക്കട്ടെ. ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. ഈ മാധ്യമത്തിന് മുമ്പിൽ ഇത്രയും നേരം സംസാരിച്ചില്ലേ? ആ കണക്കുകളുണ്ടെന്ന് നാണാ പൈസ അങ്ങോട്ട് പറയട്ടെ. മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയട്ടെ. അല്ലെങ്കിൽ മാധ്യമത്തിന് നാളെ വേണമെങ്കിൽ മനോരമയ്ക്ക് കൊടുക്കാം, വേറെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് കൊടുക്കാം. ഇതാണ് ഞാൻ അവതരിപ്പിച്ച കണക്ക്, എന്റെ കയ്യിലുള്ള തെളിവുകൾ ഇതൊക്കെയാണ്. ഡോക്ടർ ജയരാജ് ഇവിടെ 50 വർഷം ചെറുപ്പകാലം മുതൽ പാർട്ടിക്ക് ആയുഷ്കാലം ജീവിച്ച് പാർട്ടിക്ക് ഒരു ആയുസ് മുഴുവൻ കൊടുത്ത് 5 നയാ പൈസ ഉണ്ടാക്കാത്ത ഒരു മനുഷ്യന്റെ ധാർമ്മികതയെ വെല്ലുവിളിക്കല്ലേ? ഒരു മനുഷ്യന്റെ ധാർമ്മികാടിത്തറ വെല്ലുവിളിക്കല്ലേ ശ്രീ ജയരാജ്? ഒരു മനുഷ്യന്റെ ധാർമ്മികാടിത്തറ വെല്ലുവിളിക്കല്ലേ? ഇവിടെ KK രാഗേഷ് MP ജയരാജനും വരെ ഉത്തരവില്ലാതെ വിറച്ചിരിക്കുക. അപ്പോഴാണ് താങ്കൾ വെല്ലുവിളിക്കുന്നതല്ല. ഇതിനകത്ത് ധാർമ്മികത ഒന്നും അല്ല ഇതിനകത്തുള്ള വിഷയം. എവിടെ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് വിഷയം. വെച്ചിട്ടുണ്ട്, പുറത്തും പറഞ്ഞു. ഇപ്പോ കുഞ്ഞികൃഷ്ണൻ അങ്ങ് രേഖ പുറത്തോടെ തയ്യാറുണ്ടോന്നാണ് വെല്ലുവിളി. ശ്രീ ജയരാജ്, നിങ്ങളുടെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുകയാണ്. ഈ കണക്ക് ഞാൻ പുറത്തുവിടുകയാണ്. ഞാനൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ആ പുസ്തകം പബ്ലിഷ് ചെയ്യും. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. പ്രസാദനം നടക്കും അടുത്ത ആഴ്ച. ആ പുസ്തകത്തിൽ ഈ കണക്കുകളെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, 29-നാണ് ആ പുസ്തകം ഇറങ്ങുന്നത്. നമ്മൾ സംസാരിക്കുന്ന നമുക്ക് അടുത്ത പരിചയമുള്ള സഖാക്കൾ ഫോണിൽ സംസാരിക്കുമ്പോൾ അവർക്ക് പുറത്തു പറയാൻ പേടിയുണ്ട്. 101% ശരി കുഞ്ഞികൃഷ്ണനാണ് എന്ന് നമ്മളോട് പറയുന്ന നേതാക്കളുണ്ടെന്നേ. 101% കുഞ്ഞികൃഷ്ണനാണ് ശരി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒഫീഷ്യൽ DYFI പ്രവർത്തകരുണ്ട്. തെളിവ് തരാം.